ഞാൻ സിവിൽ സർവീസ് അധ്യാപന പരിശീലന രംഗത്ത് ഇത് 17ാമത്തെ വർഷമാണ്. സത്യത്തിൽ ഈ ജോലിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ തയ്യാറായിരുന്നത്. എല്ലാവരെയും പോലെ തന്നെ ഒരു മധ്യവർഗ കുടുംബത്തിൽ വരുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യയിൽ സിവിൽ സർവീസിൽ എത്തുക എന്നുള്ളതാണ്. അങ്ങനെ IAS IPS രംഗത്തേക്ക് അത് ലക്ഷ്യം വെച്ച് പഠിച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് PG കഴിഞ്ഞ് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് ഡൽഹിയിൽ പോയി പരീക്ഷ എഴുതി, എൻ്റെ പ്രിലിംസും മെയിൻസും ഒക്കെ എഴുതി അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ ലക്ഷ്യം കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ പഠിപ്പിച്ച ഡൽഹിയിലെ പരിശീലകർ നമ്മുടെ ജൂനിയർ ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ നമ്മൾ പിന്നീട് അവരെ പരിശീലിപ്പിച്ച് നമ്മൾ ഈ രംഗത്തൊരു അധ്യാപകനായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് 17 വർഷം കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക്, നൂറുകണക്കിന് കുട്ടികൾക്ക് അധ്യാപനം നൽകി. നൂറുകണക്കിനല്ല, ഇപ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് അധ്യാപനം നൽകി. അതിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ സർവീസിലുണ്ട്. അങ്ങനെ നമ്മുടെ ശിഷ്യർ കുറേ പേര് IAS IPSലൊക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ 17 വർഷം ഞാനിത് തുടർന്ന് പോകുന്നു. ഇന്നും തുടർന്ന് പോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്കൊരു സന്തോഷമുണ്ട്. അതായത് നമ്മൾക്ക് വിജയികളായിട്ട് കുറേ പേര് വരുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആണ്. ഇവരെ പഠിപ്പിക്കുമ്പോൾ വർഷാവർഷങ്ങളിൽ നമുക്ക് കറണ്ട് അഫേഴ്സ്, പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഞാനും അപ് ടു ഡേറ്റ് ആകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സമകാലീന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസ കാലം കഴിയുമ്പോൾ നമ്മൾ പൊതുവേ മറക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. അതിന് പകരം നമ്മൾ അപ്ഡേറ്റഡ് ആണ്, നമ്മൾ സന്തോഷത്തോടുകൂടി ഇവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ വിജയങ്ങളും അതിനോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് പരാജയങ്ങളും, കൂടുതൽ പേർക്ക് പരാജയമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ ആരും വെറുതെ ആയി പോകുന്നില്ല. അവർ ഇത് സിവിൽ സർവീസ് കിട്ടുന്നില്ലെങ്കിൽ പോലും അവർ ജീവിതത്തിൽ മറ്റ് പല രംഗങ്ങളിലും വിജയിച്ചു വരുന്നുണ്ട്. അത് നമുക്ക് സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ 17 വർഷമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പരിശീലനം തുടങ്ങുന്നത് നമ്മളുടെ എറണാകുളം അങ്കമാലി രൂപതയുടെ നൈപുണ്യ സിവിൽ സർവീസ് അക്കാദമി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ 2009 പഠിപ്പിച്ച് തുടങ്ങുന്നത്. അതിനുശേഷം പിന്നീട് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി, ചെന്നൈയിലെ ശങ്കർ IAS അക്കാദമി, ബാംഗ്ലൂർ ഞാൻ ഉൾപ്പെടെ തുടങ്ങിയ കേരള സമാജം IAS അക്കാദമി, അതൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ പശ്ചിമ ബംഗാൾ, മേഘാലയ, ഹിമാചൽ പ്രദേശ്, ആന്ധ്ര, ഇപ്പോൾ ഒറീസ സംസ്ഥാനങ്ങളുടെ സിവിൽ സർവീസ് പരിശീലന പദ്ധതികളുടെയും ഭാഗമായിട്ടുണ്ട്. അങ്ങനെ വളരെ സന്തോഷമായി ഈ രംഗത്ത് മുന്നോട്ട് പോകുന്നു. അതായത് നമ്മളുടെ പരീക്ഷ എഴുതാൻ പറ്റുന്നത് അംഗീകൃത ഡിഗ്രിയുള്ള ആർക്കും എഴുതാൻ പറ്റും. അതായത് സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെങ്കിൽ ഭയങ്കര ബുദ്ധി വേണം, 1ാം ക്ലാസ് മുതൽ എല്ലായിടത്തും ഫസ്റ്റ് റാങ്ക് വേണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത് തെറ്റിദ്ധരിക്കപ്പെട്ട തലമുറയാണ്. കൃത്യമായ അറിവ് എത്താത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു അംഗീകൃത ഡിഗ്രി നേടുന്ന 21 വയസ്സുള്ള ഏതൊരു വ്യക്തിക്കും ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. അതായത് ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് 32 വയസ്സ് വരെയും, OBC വിഭാഗത്തിൽ 35 വയസ്സ് വരെയും, SC ST വിഭാഗത്തിൽ 37 വയസ്സ് വരെയുമാണ് പരീക്ഷ എഴുതാവുന്നത്. അവസരങ്ങളാണെങ്കിൽ ജനറൽ വിഭാഗത്തിന് 6 എണ്ണം, OBCക്ക് 9 എണ്ണം, SC ST വിഭാഗത്തിന് പ്രത്യേകിച്ച് ഇല്ല. അതായത് അവർക്ക് 37 വയസ്സ് വരെ പരീക്ഷ എഴുതാം. ഈ രീതിയിലാണ് പരീക്ഷയുടെ രീതി പോകുന്നത്. ഒപ്പം ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് OBCക്ക് തുല്യമായ അവസരങ്ങളും ഇപ്പോൾ നൽകുന്നുണ്ട്. ആ രീതിയിലാണ് ഇപ്പോഴത്തെ എക്സാം പോകുന്നത്. പരീക്ഷയുടെ രീതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വർഷങ്ങളായിട്ട് പണ്ടൊക്കെ ഒരു 2010 വരെ തനിയെ പഠിച്ചാലും കുറച്ചൊക്കെ ക്ലിയർ ആകാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത് മാറി. ഇന്നത്തെ പരീക്ഷയിൽ എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 2010 വരെ 1 ലക്ഷത്തിൽ താഴെ ആളുകൾ മാത്രം എഴുതിക്കൊണ്ടിരുന്ന പരീക്ഷയിൽ 1000 വേക്കൻസി ഉണ്ടായിരുന്നു. ഇന്ന് വേക്കൻസി 800 കുറയുമ്പോൾ 10 ലക്ഷത്തിനധികം ആളുകളാണ് മത്സരാർത്ഥികളായി വരുന്നത്. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻ ലെവലാണ് ഇതിനെ മദർ ഓഫ് ഓൾ എക്സാം എന്ന് പറയുന്നത്. പരീക്ഷയുടെ പാടല്ല, പരീക്ഷയുടെ കഠിനമായ ചോദ്യങ്ങളൊന്നുമല്ല, ഇത്രയും ആളുകൾ പോരാടുന്നു, ചെറിയ അവസരം. അതായത് 1% പോലും വിന്നറായി വരുന്നില്ല. 10 ലക്ഷത്തിൽ നിന്ന് അവസാനം ഒരു 800 പേരിലേക്ക് ചുരുങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ അതാണ് പരീക്ഷയുടെ ഒരു രീതിയുള്ളത്. എൻ്റെയൊക്കെ ഒരു തലമുറയിലുള്ളവർ സിവിൽ സർവീസിൻ്റെ പുറകെ നടന്ന് വർഷങ്ങൾ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് 6-7 അറ്റംപ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് മാനസിക നില തന്നെ തെറ്റിപ്പോയാലും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇത് മാത്രം ജീവിതത്തിൽ ലക്ഷ്യമാക്കി മുന്നോട്ട് വെച്ച് പരാജയം നേരിടേണ്ട വന്ന സാഹചര്യത്തിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞപ്പോൾ മറ്റൊരു രംഗത്തും പോകാൻ പറ്റാതെ ജീവിതം തന്നെ നശിച്ചു പോയെന്ന് പറഞ്ഞ് മാനസിക നില തകർന്ന കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് മുന്നോട്ട് വരും കണ്ടിട്ടുണ്ട്. ആ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു പോസ്റ്റ് കോവിഡ് ജനറേഷനിൽ ഈ ജെൻസി ലെവലിലുള്ളവർക്ക് കുറച്ചുകൂടെ അവർ പ്രാക്ടിക്കലാവുന്ന കാഴ്ചയാണ് കാണുന്നത്. പണ്ടത്തെ പോലെ ഇപ്പോൾ 7 അറ്റംപ്റ്റോ 10 അറ്റംപ്റ്റോ ഇരുന്ന് ജീവിതം ആ 10 വർഷം സിവിൽ സർവീസിന് വേണ്ടി കളയല്ല. ഇപ്പോഴത്തെ കുട്ടികൾ ഒരു 2 അറ്റംപ്റ്റ് സീരിയസ് ആയി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു 3 അറ്റംപ്റ്റ്.
90% പേര് ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവരെ ജീവിതത്തിൽ മറ്റ് അവന്യൂസ് തേടി പോവുകയാണ്. അതാണ് സത്യത്തിൽ ചെയ്യേണ്ടതും. ഇപ്പോൾ IASഉം IPSഉം ലക്ഷ്യം വെക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങളിത് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് കണ്ടോളൂ, പക്ഷേ ഇതാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ പരീക്ഷയുടെ രീതി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 10 ലക്ഷം പേരിൽ നിന്നൊരു 800 പേരിലേക്ക് ചുരുങ്ങുന്ന പരീക്ഷയാണ്. നമുക്കിത് ഒരിക്കലും തകർക്കാൻ കിട്ടില്ലാത്തൊരു കാര്യമല്ല, പക്ഷേ ഇത് അത്ര നിസ്സാരമല്ല. അതായത് ഒരു ബാലികേറാമലയല്ല, പക്ഷേ അതിനെ തീരെ നിസ്സാരമായും കാണരുത്. അപ്പോൾ ഇത് ജീവിതത്തിൽ നല്ലൊരു അവസരമായിട്ട് മാത്രം കരുതുക. ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്, കുട്ടികളോട് ഇതാണ് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി ഒരു തൊഴിലുറപ്പിക്കുന്ന രീതി പഠിക്കുക. അതായത് സിവിൽ സർവീസിന് പഠിക്കുക, എഞ്ചിനീയറിങ്ങോ മെഡിസിനോ ഏത് രംഗത്ത് നിങ്ങൾ പഠിച്ചാലും അതുകൊണ്ട് നിങ്ങൾക്കൊരു ജോലി നിങ്ങൾ ഉറപ്പിക്കുക. എന്നിട്ട് സിവിൽ സർവീസിലേക്ക് തയ്യാറെടുക്കുക. ഇവിടെ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടരുത്. അതാണ് എനിക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളത്. ഇത് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ജീവിതം നശിക്കരുത്. നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് നിങ്ങളുടെ ഒരു എംപ്ലോയബിലിറ്റി അത് ആദ്യമേ റെഡിയാക്കിയിട്ട് വേണം ഇതിലേക്ക് വരാൻ. ഒരു പ്ലാൻ ബി എപ്പോഴും കരുതണം എല്ലാവരും. ഇന്ന് ആ സിവിൽ സർവീസ് നമുക്ക് നൽകുന്ന വിഷയങ്ങൾ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇപ്പം ഞാനത് ഒരാളോട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ആ ഒരു 10 ബുക്ക് മേടിച്ച് അതിലുള്ള എല്ലാം പഠിക്കും. പക്ഷേ അങ്ങനെയല്ല പരീക്ഷയ്ക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു കൃത്യമായൊരു സ്ട്രക്ചറുണ്ട്. ഇപ്പോൾ UPSCയുടെ ഈ വർഷത്തെ പരീക്ഷയിൽ സ്ട്രക്ചറൊക്കെ തകർക്കുന്ന രീതിയിലാണ് അവർ ചോദ്യങ്ങൾ ചോദിച്ചത്. അതിനെപ്പറ്റി ഇപ്പോൾ ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. കാരണം പഠിക്കുന്നവർക്ക് പോലും ഗുണമില്ലാത്ത രീതിയിലാണ് ഈ വർഷത്തെ ചോദ്യങ്ങൾ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഗൈഡൻസ് വേണം. ഇപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ, ഇപ്പം ഞാൻ പഠിപ്പിച്ച കുറേ കുട്ടികൾക്ക് സർവീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ആ വിജയത്തിൽ 1% എനിക്ക് റോളുള്ളൂ, അല്ലെങ്കിൽ കോച്ചിങ് അക്കാദമിക്ക് റോളുള്ളൂ. കാരണം ഞങ്ങൾ ആയിരക്കണക്കിന് വരെ വർഷം പഠിപ്പിക്കുന്നു, എല്ലാവരും പാസ്സാവുന്നൊന്നുമില്ല. അതിൽ പാസ്സാവുന്ന കുറച്ച് കുട്ടികളാണ്. അപ്പോൾ നമ്മൾക്കുള്ളത് ഈ ഒരു 99%ഉം പഠിക്കേണ്ട ആളുടെ കഠിന പ്രയത്നം. പക്ഷേ ആ 1% ഉണ്ട്, എങ്കിലേ 99 100 ആവുള്ളൂ. ആ ഒരു 1% റോള് ക്രൂഷ്യലാണ്. നമ്മളവർക്കൊരു വഴി കാണിച്ചു കൊടുക്കും. ആ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ട അവർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വഴി തെറ്റി നിൽക്കുന്ന ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിൻ്റെ കാര്യമുണ്ടല്ലോ, അതുപോലെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോച്ചിങ് ഇപ്പോൾ ആവശ്യമാണ്. ഇല്ലാതെ തന്നെ പഠിച്ച് ആർക്കും ഇപ്പോൾ വിജയിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ആരെയും ഇപ്പോൾ കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് കണ്ടിട്ടുമില്ല. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് IPSകാരൻ്റെ യൂണിഫോം ഇട്ട് IASകാരൻ്റെ യൂണിഫോം ഇട്ട് നിങ്ങളുടെ മക്കളെ എങ്ങനെ ആക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു മാതാപിതാക്കളുടെ മനസ്സിൻ്റെ ആഗ്രഹത്തെ ചൂഷണം ചെയ്യുകയാണ്. ഏതൊരു കേരള മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കൾ ഉന്നതങ്ങളിലെത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ IAS IPSും കിട്ടുന്നത് വളരെ സന്തോഷമാണ്. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളുടെ മക്കളെ ഞങ്ങളുടെ അടുത്തേക്ക് വിട്, ഞങ്ങൾ അവരെ IAS IPS ആക്കാം. അപ്പോൾ നമ്മൾ ഈ സ്കൂളുകളിൽ പരീക്ഷ നടത്തുമ്പോൾ അതിൻ്റെ കട്ടി കുറയ്ക്കുന്നു, കുട്ടികൾക്ക് ബേർഡൻ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് ഒരു സൈഡിൽ അധ്യാപകർക്ക് കുട്ടികളോട് പഠിക്കാൻ പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് IAS IPS കോച്ചിങ് കൊടുക്കുന്നത്. അത് ചൂഷണം മാത്രമാണ്. അതായത് കേരളത്തിലെ മാതാപിതാക്കളുടെ ആഗ്രഹത്തെ ചൂഷണം ചെയ്ത് പല അക്കാദമികളും അവരുടെ കീശ നിറയ്ക്കുന്ന ഒരു തട്ടിപ്പ് മാത്രമാണ്. എനിക്കിത് ആത്മാർത്ഥമായിട്ട് പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ക്ലാസ് +2 താഴെയുള്ള ഒരു കുട്ടിക്കും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ അതിനെ വിമർശിക്കണം. കാരണം എന്നെ പലരും സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ വിളിക്കുമ്പോൾ ഞാൻ പറയും ജനറൽ ഓറിയൻറ്റേഷൻ കൊടുക്കാം, IAS പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 10 താഴെയുള്ള കുട്ടികളുടെ അടുത്തേക്ക് വരത്തില്ല. ആ കുഞ്ഞു മക്കളൊരു എന്താ പറയുന്നത്, മാലാഖമാരോ പൂമ്പാറ്റകളെ പോലെ നടക്കേണ്ട കാലത്ത് ആവശ്യമില്ലാത്ത ഈ ബർഡൻ വെച്ച് കൊടുക്കുന്നത് അവരെ വിജയിപ്പിക്കാനല്ല, പലർക്കും ബിസിനസ്സായി മാറുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു 15 വർഷമെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും ഈ പരീക്ഷ എഴുതുന്നത്. അന്ന് ഈ പരീക്ഷ ഉണ്ടാകുമെന്നോ ഇതിൻ്റെ സിലബസ് എന്തായിരിക്കുമെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്നെ കാണാൻ വരുന്ന പേരൻസിനോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ 10ാം ക്ലാസ് വരെ ഇപ്പോൾ ഈ ഡൈജസ്റ്റ്, ടെൽമി വൈ, അമർ ചിത്രകഥ, പത്രം ഇതൊക്കെ വായിപ്പിച്ച് വീട്ടിൽ നിർത്തുക. +2 വരെ അവർ ഫ്രീ ആയിട്ട് പോട്ടെ, അവരവരുടെ ആഗ്രഹമുള്ള പഠിക്കട്ടെ. സിവിൽ സർവീസാണ് +2 കഴിയുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ആഗ്രഹമെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ മുതൽ ചെറിയ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾക്കൊക്കെ പോയി തുടങ്ങാമെന്നല്ലാതെ ഒരു 12ാം ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇങ്ങനെയുള്ള കോച്ചിങ്ങിന് വിടരുതെന്ന് തന്നെയാണ് ഒരു പരിശീലകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നത്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ +1 +2 കുട്ടികൾക്ക് പോലും കോച്ചിങ്ങൊക്കെ കൊടുത്ത് അവരിത് വെറുത്ത് പോകുന്നുണ്ട്. മറ്റൊരു രീതി, ഇതിൽ സ്ഥിരമായൊരു കോച്ചിങ് ഒന്നുമില്ല. ആദ്യമേ കുറച്ച് ചിലർ നല്ല കോച്ചിങ് കൊടുത്തിട്ട് പിന്നീട് ആരും മൈൻഡ് ചെയ്യാതെ കുട്ടികൾക്ക് സിവിൽ സർവീസ് തന്നെ വെറുത്തു പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ IAS IPS ആകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ +2 വരെ അവരുടെ സ്കൂളിലെ കാര്യങ്ങളും
പത്രം വായിക്കാനും ഡൈജസ്റ്റ് ടെൽമി വൈ ഒക്കെ വായിക്കാൻ വേണ്ടി വിടുക, പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുക എന്നല്ലാതെ ഒരു ഫോർമൽ കോച്ചിങ് ചെറുപ്പകാലത്ത് കൊടുക്കരുത്. അത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെയാണ്. അത് ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ തലമുറകളോട് നമ്മൾ ചെയ്യേണ്ട നീതിയെന്ന് ഞാൻ ഹൃദയത്തിൽ തൊട്ട് തന്നെ പറയുകയാണ്. ഞാനീ പറയുന്ന ഡിഗ്രിക്ക് താഴെയുള്ള കുട്ടികളോട് പത്രം വായിക്കാനും ആനുകാലികങ്ങൾ വായിക്കാനേ ഞാൻ പറയുന്നുള്ളൂ. നോട്ട് പ്രിപ്പറേഷൻ ഒന്നും അപ്പം ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരീക്ഷയുടെ രീതിക്കനുസരിച്ചാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 30 വയസ്സിലാണ് ഒരു വിദ്യാർത്ഥിനി എന്നെ കാണാൻ വരുന്നത്. അവർ ബാങ്ക് മാനേജറാണ്, PO ആണ്, 4 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ അവർക്ക് 30 വയസ്സായി. അവർ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ വരുമ്പോൾ അപ്പം നമ്മൾ ചോദിക്കുന്നത്, എന്നെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ജോലി ബാങ്ക് PO ജോലി വെച്ച് അത് 30ാമത്തെ വയസ്സിൽ ഇതിലേക്ക് ഇറങ്ങുന്നതിൽ റിസ്ക് ഉണ്ട്. ഈ ജോലി വെച്ച് പഠിക്കാൻ പറ്റത്തില്ല, ഒന്നുകിൽ ജോലി രാജിവെച്ചിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ വിചാരിച്ചവർ വരില്ലെന്നാണ്. പക്ഷേ പിന്നീട് അവർ ജോലി രാജിവെച്ച് 30ാമത്തെ വയസ്സിൽ അത്ര റിസ്ക്കാണ്. PO പോലൊരു നല്ലൊരു ജോലി, 4 വയസ്സുള്ള കുട്ടിയുടെ അമ്മ 30ാമത്തെ വയസ്സിലാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷന് വരുന്നത്. ആദ്യ അവസരത്തിൽ തന്നെ ആ റിസ്ക് അവരുടെ തലയിലുള്ളതുകൊണ്ട് കഠിന പ്രയത്നത്തിലൂടെ ആദ്യത്തെ അവസരത്തിൽ IRS നേടി, രണ്ടാമത്തെ അവസരത്തിൽ IAS നേടി. ഇന്ന് തമിഴ്നാട് കേഡറിൽ ചിത്ര എന്നാണ് അവരുടെ പേര്, ചിത്ര IAS. അപ്പോൾ സിവിൽ സർവീസ് പഠിക്കാൻ നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട, 10 വയസ്സിലും പഠിപ്പിക്കേണ്ട, +2നും പഠിപ്പിക്കേണ്ട. ഈ സമയത്ത് പഠിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് കുട്ടിയുടെ മാനസിക നിലയും മറ്റും സമ്മർദ്ദത്തിലേക്ക് വിടരുത്. ഇത് നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പോലും പഠിച്ചെടുക്കാം. ഒരു കോച്ചിങ് അക്കാദമിയിൽ വന്നാൽ കൃത്യമായ രീതിയിൽ നമ്മളതിന് പരിശീലനം കൊടുക്കുന്നുണ്ട്. എഴുതുന്നത് എങ്ങനെ, നോട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെ, പരീക്ഷ എഴുതുന്നത് എങ്ങനെ, അങ്ങനെ കൃത്യമായി സ്ട്രക്ചേർഡായിട്ടൊരു പരിശീലന പദ്ധതി ഉള്ളതുകൊണ്ട് ഡിഗ്രി വരെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു എംപ്ലോയബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുക. നിങ്ങളൊരു പൂമ്പാറ്റകളെ പോലെ പറന്ന് കിടക്കുക. ആ സമയത്ത് ഈ പറയുന്ന ബേർഡൻ ഒന്നും എടുത്ത് തലയിൽ വെക്കേണ്ട. ഇപ്പോൾ 30ാമത്തെ വയസ്സിൽ ചിത്രയ്ക്ക് ഇത് നേടാൻ പറ്റുമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഡിഗ്രി കഴിയുമ്പോൾ പഠിച്ചാലും ഇതിലേക്ക് കടന്നു വരാൻ പറ്റും. കേന്ദ്ര സർക്കാർ പരീക്ഷയിൽ നിന്നപ്പുറത്ത് ലാറ്ററൽ എൻട്രി കൊടുക്കുന്നുണ്ട്. അതായത് 10% പണ്ട് സിവിൽ സർവീസുകാരിരുന്ന ഉദ്യോഗ തലങ്ങളിലേക്ക് ഇപ്പോൾ കോർപ്പറേറ്റ് മേഖലയിൽ നിന്നൊക്കെ ലാറ്ററൽ എൻട്രിയിലൂടെ വരുന്നുണ്ട്. അപ്പോൾ സർക്കാർ പോലും പരീക്ഷയ്ക്കപ്പുറം വ്യക്തിഗത മികവ്, IIT IIM വിദേശത്ത് പഠിച്ചവർ അവരുടെ മാനേജറൽ കപ്പാസിറ്റിയൊക്കെ നോക്കി കൂടുതൽ ആളുകളെ ജോലിക്ക് എടുക്കുന്ന രീതി കണ്ടുവരുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന സിവിൽ സർവീസ് സർദാർ പട്ടേലിൻ്റെ കാലത്ത് തുടങ്ങിയത് വലിയ മാറ്റമില്ലാതെ പോവുകയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ മൊത്തത്തിൽ റീസ്ട്രക്ചറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മിലിറ്ററിയുടെ യൂണിഫോമിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതായത് ഇംഗ്ലീഷ് ആയിരുന്നത് നമ്മൾ ഇന്ത്യൻ വൽക്കരണത്തിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ IAS പരീക്ഷയിലും മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ കുഞ്ഞുമക്കൾ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പരീക്ഷയുടെ രീതി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് താല്പര്യം, ഇപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് 21ാമത്തെ വയസ്സിൽ പരീക്ഷ എഴുതണമെങ്കിൽ ഒരു 17 വയസ്സ് മുതൽ നമുക്ക് ഇതിലേക്ക് പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്. അല്ലാതെ ഏതെങ്കിലും അക്കാദമികളുടെ പരസ്യമോ പഴയ റിട്ടയറായ IASകാരുടെ തലയും വെച്ചുകൊണ്ട്, അതുകൂടി ഞാൻ പറയാം, ഇപ്പോൾ പല സ്ഥാപനങ്ങളും റിട്ടയറായ നമ്മുടെ പ്രശസ്തരായ IASകാരെയും IPSകാരെയും തല വെച്ചുകൊണ്ടാണ് പരസ്യത്തിന് വിളിക്കുന്നത്. ഇവർ നയിക്കുന്ന അക്കാദമി, അവർ നയിക്കുന്ന അക്കാദമി. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, സിവിൽ സർവീസിൽ റിട്ടയറായിപ്പോൾ ഇരിക്കുന്ന IASകാർക്കും IPSകാർക്കും ഈ പരീക്ഷയുടെ ഇന്നത്തെ രീതി എന്താണെന്ന് അവരെ പെട്ടെന്ന് വിളിച്ച് ചോദിച്ചാൽ അവർക്ക് ഒന്നും പറയാനില്ലെന്നേ ഉള്ളൂ. അവർ പോലും ശമ്പളമോ മറ്റും മേടിച്ചിട്ട് തന്നെയാണ് ബ്രാൻഡ് അംബാസഡർമാരാവുന്നത്. അല്ലാതെ അവർ പരിശീലിപ്പിച്ചത് കൊണ്ട് നിങ്ങളുടെ മക്കൾ IAS ആവും തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഇന്ത്യ രാജ്യത്ത് ഈ IAS പാസ്സായിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ എന്നെപ്പോലെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് കിട്ടാതായ ആളുകൾ തുടങ്ങിയ അക്കാദമികളുണ്ട്. അതായത് കേരളത്തിൽ നിന്ന് മലയാളിയായ ജോജോ മാത്യു ഡൽഹിയിൽ ഒരു അക്കാദമി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ സിവിൽ സർവീസിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന ഇപ്പോൾ മരിച്ചുപോയ രവീന്ദ്രൻ സാറിൻ്റെ വാജിറാം അക്കാദമി തുടങ്ങി ഇന്ത്യയിലെ എല്ലാ പ്രസിദ്ധമായ അക്കാദമികളും സിവിൽ സർവീസ് എഴുതി കിട്ടാത്ത ആൾ പരിശീലിപ്പിച്ചതാണ്. അല്ലാതെ IASകാരും IPSകാരും പരിശീലിപ്പിച്ചിട്ടല്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ പാസ് ഔട്ടായ IASകാരും IPSകാർക്കും പരീക്ഷ എന്താണെന്നറിയാം. അവർ പറയുന്നത് കേൾക്കുക. ഒരു 40 വർഷം മുമ്പ് IAS IPSും പാസ്സായവർ ഇപ്പോൾ വന്ന് പഠിപ്പിച്ച് പാസ്സാകുമെന്നുള്ളത് അതും മറ്റൊരു ചൂഷണത്തിൻ്റെ തലമാണ്. ഇതൊക്കെ എനിക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ഞാനത് കൃത്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഒരാളും വഴിതെറ്റിപ്പോകരുത്. ഒരാളെയെങ്കിലും രക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും തുറന്ന് പറയാൻ കാരണം. ഇപ്പോൾ നമ്മളുടെ കൊമേഴ്ഷ്യലൈസേഷൻ്റെ കാലത്ത്, ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ ഇന്ത്യയിൽ ലക്ഷങ്ങളല്ല കോടികളാണ്. നമ്മുടെ രാജ്യം ഒരു സൈഡിൽ വികസനത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു സൈഡിൽ ദാരിദ്ര്യത്തിൻ്റെ അളവും കൂടിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ വരുന്ന IASകാർക്കും IPSകാർക്കും കുറച്ചുകൂടെ മാനുഷിക
കൂടുതലുണ്ടായിരുന്നു, മാനവികതയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ അത് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് മാറി എന്ന് വീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മനുഷ്യപ്പറ്റുള്ള ഉദ്യോഗസ്ഥരെയാണ്. മന്ത്രിമാർ വരും പോകും, പക്ഷേ ഈ ഉദ്യോഗസ്ഥ തലം ഒരു 40 വർഷം അവിടെയുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചാൽ മാത്രമേ ജനങ്ങളിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ ഈ രാജ്യസ്നേഹത്തോടൊപ്പം തന്നെ സഹജീവികളുള്ള കരുണ, അത് ചെറുപ്പം മുതൽ ഇത് കേൾക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളിലേക്ക് സഹജീവികളുള്ള കരുണ, അല്ലാതെ എന്തും നേരിടുക, ഓടി നടന്ന് വിജയിക്കുക എന്നുള്ള ആ ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് മാത്രം കൊടുക്കാതെ കുട്ടികളെ ആ ഒരു കാര്യം കൂടി പറഞ്ഞു പഠിപ്പിക്കുക. നമുക്ക് മാനവികതയുള്ള മനുഷ്യപ്പറ്റുള്ള ഉദ്യോഗസ്ഥരാണ് വേണ്ടത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഒരു ദുഃഖം, വ്യക്തിപരമായ ദുഃഖം. അപ്പോൾ അത് മാറ്റിയെടുക്കാനും കൂടിയാണ് ഞാനൊരു അധ്യാപകൻ നിലയിൽ ശ്രമിക്കാറുള്ളത്. കുഞ്ഞുമക്കൾക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചരിത്രവും ഭരണഘടനയല്ല പഠിപ്പിക്കുന്നത്, അവരെ നല്ല മനുഷ്യരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള മനുഷ്യപ്പറ്റുള്ള IAS IPS നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമ്മളൊരു പൊസിഷനിലെത്തിയിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെടുന്ന ഒരു 5 ആളുകളെയെങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ചിന്തയോടുകൂടി വേണം ഇനിയുള്ള IAS IPS വളർന്നു വരാൻ.